Your English part. Take your textbook. Take page number 18. 1-8. English part 18. Has and have. This is has and have. What is has? എന്താണ് has? What is have? എന്താണ് have? Let's look. നമുക്ക് നോക്കാം എന്താണ്. Listen. 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 H-A-S. Has. H-A-S. Has. Has. Next. Have. H-A-V-E. Have. H-A-V-E. Have. What do you mean by has and what do you mean by have? ഹാവും ഹാസും ഒക്കെ എന്താ ഉണ്ട് എന്നാണ് പറയുന്നത്. ഉണ്ട്. ഐ ഹാവ് എ ബുക്ക്. എനിക്കൊരു ബുക്കുണ്ട്. ഐ ഹാവ് എൻ എക്സ്പ്ലോർ ബുക്ക്. എനിക്കൊരു എക്സ്പ്ലോർ ബുക്ക് ഉണ്ട്. ഐ ഹാവ് എ അറബിക് ബുക്ക്. ഐ ഹാവ് എൻ അറബിക് ബുക്ക്. ഐ ഹാവ് എൻ അറബിക് ബുക്ക്. എനിക്കുണ്ട് ഒരു അറബിക് ബുക്ക്. ഐ ഹാവ് എ ചോക്ക്. ഐ ഹാവ് എ ചോക്ക്. എനിക്കൊരു ചോക്കുണ്ട്. ഹാവ് എന്ന് പറഞ്ഞ എന്താ? ഉണ്ട്. മൈ സൺ ഹാസ് എ ബുക്ക്. എന്റെ കുട്ടിക്ക് ഒരു ബുക്ക് ഉണ്ട്. മൈ സൺ ഹാസ് എ ബുക്ക്. മൈ സൺ ഹാസ്. എന്റെ കുട്ടിക്ക് ഒരു ബുക്കുണ്ട്. മൈ ഡോട്ടർ ഹാസ് എ പേഴ്സ്. മൈ ഡോട്ടർ ഹാസ് എ പേഴ്സ്. എന്റെ മോൾക്കൊരു പേഴ്സ് ഉണ്ട്. അപ്പൊ ഉണ്ട് എന്നുള്ള അർത്ഥമാണ് ഹാസിനും ഹാവിനൊക്കെ. പക്ഷെ എവിടെ നമ്മൾ ഹാസ് ചേർക്കും, എവിടെ നമ്മൾ ഹാവ് ചേർക്കും എന്നാണ് നമ്മൾക്ക് ഇതിൽ നോക്കാനുള്ളത്. റീഡ് അലൗഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് യുവർ ടീച്ചർ. നിങ്ങളെ ടീച്ചറെ സഹായത്തോടുകൂടി വായിക്കുക. Aloud with the help of your teacher. Read aloud with the help of your teacher. നിങ്ങളുടെ ടീച്ചറെ സഹായത്തോടു കൂടി ഒച്ചത്തിൽ വായിക്കാനാണ് പറയുന്നത്. Pat is a dog. Pat എന്ന് പറയുന്ന ഒരു ഡോഗാണ്. Pat has 2 ears. പാറ്റിന് 2 ചെവികളുണ്ട്. Has ഉണ്ട്. Pat has. Listen. H-A-S. റെഡ് കളറിൽ എഴുതിയിട്ടുണ്ട്. Written in red color. Pat has 2 ears. പാറ്റിന് 2 ears ഉണ്ട്. Pat has a long tail. പാറ്റിന് 2 ears 2 ചെവികളുണ്ട്. Pat has a long tail. നീണ്ടൊരു വാലുമുണ്ട്. Has a long tail. Has ഉണ്ടോ? ഉണ്ട് അല്ലേ? Has 2 ears. Has a long tail. അതാണ് has. ഉണ്ട്. Next. Sam and Tom have 2 cats. സാമിനും ടോമിനും ഹാവ്. എന്തുകൊണ്ടാണ് അവിടെ ഹാസ് ചേർക്കാതെ ഹാവ് ചേർത്തത്? HAVE. ബിക്കോസ് സാം ടോം ഹാവ് 2 cats. 2 cats ഉണ്ട് അവർക്ക്. പിന്നെ ആൾക്കാർ എത്ര? സാമും ടോമും ഉണ്ട്. 2 ഉണ്ട്. സാമും ഉണ്ട് ടോമും ഉണ്ട്. ഒറ്റ സാം മാത്രമാണെങ്കിൽ നമുക്ക് ഹാസ് ചേർക്കാം. സാമും ടോമും ഉണ്ടായതുകൊണ്ട് നമ്മൾ എന്ത് ചേർക്കും? സാം ആൻഡ് ടോം ഹാവ് ഉണ്ട്. ഹാസ് അല്ല, 2 members ഉണ്ടായോണ്ട് സാമും ടോം ഉണ്ടായോണ്ട് സാം ആൻഡ് ടോം ഹാവ് 2 cats. 2 കാറ്റുകൾ. നെക്സ്റ്റ്. ദ കാറ്റ്സ് ഹാവ് സ്മോൾ ഐസ്. ഇവിടെയും അഗെയിൻ ഹാവ് ആണ്. വാട്ട്സ് റീസൺ? ദ കാറ്റ്സ് പൂച്ചകൾ. ദ കാറ്റ്സ് 2 cats ഉണ്ട്. ഒരു കാറ്റ് ആണെങ്കിൽ നമ്മൾ ഹാസ് ചേർക്കും. ഇവിടെ കാറ്റ്സ് ഉണ്ട്. യെസ് ചേർത്തപ്പോൾ 2 cats ഉണ്ട്. അപ്പൊ നമ്മൾ ദ കാറ്റ്സ് ഹാവ് സ്മോൾ ഐസ്. പൂച്ചകൾക്ക് ചെറിയ കണ്ണുകളുണ്ട്. ദ കാറ്റ്സ് ഹാവ് സ്മോൾ ഐസ്. ഹാവ്. ഓക്കെ. പൂച്ചകൾക്ക് സ്മോൾ ഐസ് ഉണ്ട്. നെക്സ്റ്റ് വൺ. ഐ ഹാവ് എ കാർ. പിന്നെ ഐ എന്ന് പറയുമ്പോ നമ്മൾ ഞാൻ ഐ ഹാവ് എന്നാ ചേർക്കുക. ഐ ഹാസ് എന്നൊരിക്കലും ചേർക്കൂല. ഐന്റെ കൂടെ എപ്പോഴും ഐ ഒന്നാണ്. ഞാനാണ് ഐ എന്ന് പറയുമ്പോൾ എപ്പോഴും ഒന്നാണെങ്കിൽ അതിന്റെ കൂടെ നമ്മൾ ഹാവ്. ഐ ഹാവ് എ ബുക്ക്. മിസ് ഫസ്റ്റ് പറഞ്ഞില്ലേ ഐ ഹാവ് എ ബുക്ക്. എനിക്കൊരു ബുക്കുണ്ട്. അപ്പൊ ഹിയർ ഓൾസോ ഐ ഹാവ് എ കാർ. ഇതുപോലെ ഐ ഹാവ് എ കാർ. എനിക്കൊരു കാറുണ്ട്. ദ കാർ ഹാസ് 4 doors. കാറിനുണ്ട്. കാർ എന്ന് പറയുമ്പോൾ ഒറ്റൊരു കാറാണ്. അപ്പൊ ദ കാർ ഹാസ്. ഹാവ് അല്ല, അവിടെ ഹാസ് ആണ്. അപ്പോ
The car has 4 doors. 4 ഡോറുകളുണ്ട് കാറിന്. ഉണ്ട്. 4 ഡോറുകളുണ്ട്. The car has. Next one. Pam has a van. പാമിന് ഒരു വാൻ ഉണ്ട്. പാം എന്ന് പറഞ്ഞ ഒറ്റ ആളാ. Has. Pam has a van. അവിടെ have അല്ല has ആണ്. The van has 2 doors. The van has. ഒറ്റ വാനിന് എന്താ? Has. Has ആ ചേർക്കുക. The van has 2 doors. അപ്പൊ മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഹാസ് എന്ന് പറഞ്ഞാൽ ഒറ്റ ഇതിന്റെ കൂടെ ചേർക്കുക. ഹാവ് എന്ന് പറഞ്ഞാൽ അധികം ആൾക്കാരെ കൂടെ ചേർക്കുക. പിന്നെ അതിന്റെ കൂടെയും ഹാവ് ചേർക്കും. അതിന്റെ കൂടെ ഹാസ് ചേർക്കില്ല. ലിസൺ, സർക്കിൾ ഹാസ് ഓർ ഹാവ് ഇൻ ദ സെന്റൻസസ്. ഈ സെന്റൻസിൽ ഹാസ് ഏതാ ഹാവ് ഏതാന്ന് സർക്കിൾ ചെയ്യണം. യോജിച്ചതിന് സ്യൂട്ടായതിന് മാത്രം ഹാസ് ആണെങ്കിൽ സർക്കിൾ ചെയ്യുക, ഹാവ് ആണെങ്കിൽ സർക്കിൾ ചെയ്യുക. ലിസൺ, ഫസ്റ്റ് വൺ, പാം ഡാഷ് എ ക്യാപ്. പാം എന്ന് പറഞ്ഞാൽ എന്താ? ഒരാളാണ്. അപ്പൊ ഹാസ് ആണോ ഹാവ് ആണോ ചേർക്കുക? ഹാസ്. വെരി ഗുഡ്. പാം ഹാസ് എന്നാണ്. ബിക്കോസ് പാം ഈസ് 1. ഒരാളാണില്ലേ? അപ്പൊ നമ്മൾ ഹാസ് എന്നാ ചേർക്കുക. അപ്പൊ പാം ഹാസ്. സർക്കിൾ ഹാസ്. പാം ഹാസ് എ ക്യാപ്. സർക്കിൾ ഹാസ്. നെക്സ്റ്റ് വൺ, ഐ ഡാഷ് എ ബുക്ക്. അതിന്റെ കൂടെ എപ്പോഴും എന്താ ചേർക്കാന്ന് ഞാൻ പറഞ്ഞത്? പാം ഹാസ് എ ക്യാപ് എന്നാണ്. പാമിന് ഒരു ക്യാപ്പ് ഉണ്ട്. ഹാസ് ഉണ്ട്. പാം ഹാസ് എ ക്യാപ്. പാമിന് ഒരു ക്യാപ്പ് ഉണ്ട്. നെക്സ്റ്റ് വൺ, ഐ ഡാഷ് എ ബുക്ക്. അതിന്റെ കൂടെ എപ്പോഴും മിസ് എന്താ പറഞ്ഞ ചേർക്കുക? ഹാസ് ആണോ ഹാവ് ആണോ? ഹാവ്. വെരി ഗുഡ്. ഐ ഹാവ്. ഐ ഹാവ് എ ബുക്ക്. എനിക്കൊരു ബുക്ക് ഉണ്ട്. ഐ ഹാവ് എ ബുക്ക്. നെക്സ്റ്റ്, ടിം ആൻഡ് കിം എ പെറ്റ് ഡോഗ്. ടിമ്മും കിമ്മും രണ്ടാളുണ്ട്. അപ്പൊ രണ്ടാളുണ്ടാവുമ്പോ മിസ് എന്താ പറഞ്ഞ? ഹാസ് ആണോ ഹാവ് ആണോ ചേർക്കുക? ഹാവ്. ഹാസ് അല്ല ഹാവ് ആണ് ചേർക്കുക. അപ്പൊ ടിം ആൻഡ് കിം ഹാവ് എ പെറ്റ് ഡോഗ്. ടിമ്മിനും പിന്നെ കിമ്മിനും ടിമ്മിനും കിമ്മിനും ഹാവ് എ പെറ്റ് ഡോഗ്. ഒരു പെറ്റ് ഡോഗ് ഉണ്ട്. ഹാവ്. നെക്സ്റ്റ് വൺ, ദ ബൈസിക്കിൾ 2 wheels. ദ ബൈസിക്കിൾ എന്ന് പറഞ്ഞാൽ ഒറ്റ ബൈസിക്കിൾ ആണ്. ദ ബൈസിക്കിൾ ഹാസ്. ഹാവ് അല്ല ഹാസ് ആണ്. ദ ബൈസിക്കിൾ ഹാസ് 2 wheels. ബൈസിക്കിളിന് 2 wheels ഉണ്ട്. 2 ചക്രങ്ങളുണ്ട്. നെക്സ്റ്റ് വൺ, ബോബ് എ വാച്ച്. ബോബ് എന്ന് പറഞ്ഞ ഒറ്റ ആളാണ്. ബോബ് ഹാസ്. അല്ലേ? ഒറ്റതാകുമ്പോ നമ്മള് ഹാസ്. ബോബ് ഹാസ് എ വാച്ച്. ബോബിന് ഒരു വാച്ച് ഉണ്ട്. ഹാസ്. Last one, the bag is zip. The bag is one bag. ഒരു ബാഗ് ആണ്. The bag has a zip. ബാഗിന് ഒരു സിപ്പ് ഉണ്ട്. അപ്പൊ മക്കൾക്ക് മനസ്സിലായോ? ഹാസും ഹാവും. ഹാസും ഹാവും എന്ന് പറഞ്ഞാൽ ഉണ്ട് എന്നാണ് അർത്ഥം. പക്ഷെ ഹാസ് ചേർക്കുക ഒറ്റ സാധനങ്ങളുടെ കൂടെ. ഒറ്റ ആൾക്കാരാണെങ്കിൽ അവരുടെ കൂടെ ഹാസ് ചേർക്കും. ഒറ്റ സാധനങ്ങളാണെങ്കിൽ അതിന്റെ കൂടെ ഹാസ് ചേർക്കും. ഹാവ് ആണെങ്കിൽ കുറെ സാധനങ്ങൾ, ഒന്നിലധികം സാധനങ്ങൾ ഉണ്ടെങ്കിൽ ഹാവ് ചേർക്കും. ഉണ്ട് തന്നെ രണ്ടിന്റെ അർത്ഥം ഹാവ് ചേർക്കും. പിന്നെ ഞാൻ ഒന്നാണെങ്കിലും എന്റെ കൂടെ ഐ ഹാവ്. എപ്പോഴും ഐ ഹാവ്. ഐ എന്ന് പറയുമ്പോൾ ഐ ഹാവ്, എനിക്കുണ്ട്. ഐന്റെ കൂടെ എപ്പോഴും ഹാവ് എന്നാണ് ചേർക്കുക. അപ്പൊ ഇത് മിസ് പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കിയാല് നിങ്ങൾക്ക് ഹാസും ഹാവും എന്താണെന്ന് മനസ്സിലായ നിങ്ങൾക്ക് അതിനനുസരിച്ച് നിങ്ങൾക്ക് എഴുതാം. ഹാവ് ആണോ ചേർക്കേണ്ടത്, ഹാസ് ആണോ ചേർക്കേണ്ടത് നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ട് മിസ് പറയണ നന്നായി കേൾക്കുക. ശ്രദ്ധിച്ച് ലിസൺ ചെയ്യുക. ലിസൺ കെയർഫുള്ളി എന്നിട്ട് എഴുതുക. അണ്ടർസ്റ്റാൻഡ് ഓൾസോ. ഓക്കെ, ബൈ.